നമസ്കാരം. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി, അതായത് ചൊവ്വാഴ്ച വെളുപ്പിലെയായിരുന്നു വയനാട്ടിലെ അതിഭയങ്കരമായിട്ടുള്ള ആ ഒരു മണ്ണിടിച്ചിൽ ദുരന്തം ഉണ്ടായത്. അപ്പോൾ അത് കേരളത്തെ ആകെ നടുക്കിക്കൊണ്ട് നടന്ന, അതായത് വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലുമായിരുന്നു ഈ സംഭവം നടന്നത്. ഇപ്പോൾ എത്ര പേരുകൾ മരിച്ചു എന്നുള്ളത് കറക്റ്റായിട്ടുള്ളൊരു കണക്കില്ല. ഇങ്ങനെ പുതിയ പുതിയ മൃതദേഹങ്ങൾ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. എത്ര പേര് മരിച്ചു എന്നുള്ള ഇതുവരെ ഔദ്യോഗികമായിട്ടുള്ള ഒരു കണക്ക് പറയാൻ പറ്റാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിഭയങ്കരമായിട്ടുള്ള, കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്തുള്ള ഉഗ്രമായിട്ടുള്ള ഈ ഒരു മണ്ണിടിച്ചിൽ ദുരന്തം ആണ് ഇപ്പോൾ നടന്നത്. അപ്പോൾ നമുക്കറിയാം, അതിന് മുമ്പായിട്ട് അങ്ങ് കർണാടകയിലെ അങ്കോളയിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഉരുൾപൊട്ടൽ അവിടെയും നടന്നു. അന്ന് നമ്മുടെ കേരളത്തിലെ കോഴിക്കോട്ടുള്ള അർജുനൻ എന്നുള്ള യുവാവിനെ കാണാതാവുകയും അതിനെ തിരച്ചു നടക്കുകയും ഒക്കെ ആയിരുന്നു. അത് പിന്നെ മാധ്യമങ്ങൾ ഇതങ്ങോട്ട് സംഭവം നടന്ന പുറകിന് മാധ്യമങ്ങളെല്ലാം അങ്ങോട്ട് ഇടിച്ചു കയറി തത്സമയ സംപ്രേഷണങ്ങളും അതിൻ്റെ പുറകിലായിരുന്നു. കേരളത്തിലെ സകലമാന മാധ്യമങ്ങളും ആയിരുന്നു അതിൻ്റെ പുറകിലായിരുന്നു. മിനിറ്റ് കണക്കിന് നിമിഷം പ്രതി അവിടെ ആരൊക്കെ വരുന്നു, എന്തൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു, ആരൊക്കെ വെള്ളത്തിലിറങ്ങുന്നു, എന്തൊക്കെ ആയിരുന്നു നടന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് അവിടുത്തെ ആ ഒരു തെരച്ചിലൊക്കെ ഒന്ന് കെട്ടടങ്ങി പൊതുവെ കുറച്ച് മാധ്യമങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ ഒരു സമയത്തായിരുന്നു നമ്മുടെ വയനാട്ടിലെ ദുരന്തം. ഇതാ കിടക്കുന്ന അവിടെ നമ്മുടെ അങ്കോളയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകരെല്ലാം അങ്ങടെ ഇടിച്ചു കയറി വയനാട്ടിലേക്ക്. പിന്നെ വയനാട്ടിൽ അവിടെ എന്തെല്ലാം നടക്കുന്നു, അതായി പിന്നത്തെ സകല ചർച്ചയും സകല കാര്യങ്ങളും എല്ലാം പിന്നെ അതിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട യഥാർത്ഥത്തിൽ ഈ മാധ്യമ പ്രവർത്തനം, അതായത് ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യരോടുള്ള സ്നേഹം കൊണ്ടോ അല്ല. അവർക്ക് മനുഷ്യരോട് പ്രത്യേകിച്ച് ആരോടൊരു സ്നേഹമൊന്നുമില്ല. അവർക്ക് അവരുടെ വരുമാനം കൂട്ടുക, അവരുടെ തൊഴിലിനെ എവിടെ ചെന്നാൽ അവർക്ക് അവരുടെ തൊഴിൽ നല്ല രീതിയിൽ വരും, അല്ലെങ്കിൽ അവരുടെ നല്ല രീതിയിൽ നല്ല വരുമാനം കൂടും എന്നാണ് സകല മാധ്യമങ്ങളും വിചാരിക്കുന്നത്. അപ്പോൾ ഈ ആൾക്കാരുടെ ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കുകയോ ഈ ദുരന്തത്തെ അവർക്ക് എത്രമാത്രം വിഷമമുണ്ട്, അതാണല്ലോ അവർ ഇത്ര ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നതാണ്. അല്ല, ഇപ്പോൾ വയനാട്ടിലേക്കുള്ള മറ്റേടത്ത് ഇപ്പോൾ അവിടെ ഒരു റിപ്പോർട്ടർ പോലും ഇല്ല. മൊത്തം അവിടെ ഇപ്പോൾ നമ്മളെന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇപ്പം അങ്കോളയിലെ എന്തെങ്കിലും തെരച്ചിലോ അതിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ കേൾക്കുന്നില്ല. ഇപ്പം നമ്മൾ കേൾക്കുന്നത് മൊത്തം വയനാട്ടിലെയാണ്. വയനാട്ടിലെ കാര്യങ്ങൾ കേൾക്കണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷേ അങ്ങനെയാണ് മാധ്യമപ്രവർത്തകൻ. ഇതിപ്പം ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വെച്ചോ. ഇപ്പം അതിനപ്പുറത്ത് നാളെ എന്തെങ്കിലും വേറെ എവിടെയെങ്കിലും ഒരു വലിയ ദുരന്തം ഉണ്ടായാല, ഇപ്പോൾ ഇതിൻ്റെ വയനാട്ടിലെ ചൂട് 2-3 ദിവസം ഒന്ന് കെട്ടടങ്ങി ഇങ്ങോട്ട് വരട്ടെ. അപ്പോൾ അപ്പോഴായിരിക്കും പിന്നെ അടുത്തൊരു ദുരന്തം വന്നാൽ പിന്നെ ഇവിടെ നല്ലയിടത്ത് തൂതുപെറുക്കി വാരിക്കെട്ടി അങ്ങോട്ട് പോകും. പിന്നെ വയനാട്ടിൽ യാതൊന്നും ആർക്കും കാണണ്ട. പിന്നത്തെ അവരുടെ ചർച്ചയും പോക്കും എല്ലാം ഇപ്പം ഈ അടുത്ത് നടന്ന ആക്സിഡൻറ്റിലൊക്കെ ആയിരിക്കും. അതാണ് ഇന്നത്തെ മാധ്യമപ്രവർത്തകർ ഉദ്ദേശിക്കുന്നത്. അവർക്ക് എങ്ങനെ ഏത് രീതിയിൽ പോയാൽ എങ്ങനെ എത്ര സംഭവങ്ങൾ എന്തൊക്കെ പിടിപ്പും തൂങ്ങലും വെച്ച് പറഞ്ഞ് കേൾപ്പിച്ചാൽ ആൾക്കാർ അവരിലേക്ക് എത്തും എന്നാണ് എല്ലാ മാധ്യമപ്രവർത്തകരുടെയും വിചാരം. അങ്ങനെ അവരുടെ വരുമാനം കൂടുക. അപ്പോൾ ഇങ്ങനെയൊന്നും അല്ല മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്. ഇതാണോ എന്നുള്ളത് മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ സ്വയം ഒന്ന് ചിന്തിക്കേണ്ടതാണ് കേട്ടോ.